അനിൽ എന്ന് പറയണ അതൊന്ന് സായി പോപ്പി എന്ന് പറയണ ആ ഒരു ജേണി. ഈ നെയിം ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? സായിപ്പ് അല്ല, അത് തന്നെ പണ്ട് കൊച്ചിലെ കൊച്ചിലെ കുഞ്ഞല്ലോ, അപ്പൊ നല്ല വെളുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല വെളുപ്പാണ്. അപ്പൊ അങ്ങനെ എന്നായിരുന്നു, അവിടുത്തെ ഒരു ചേട്ടനൊക്കെ വിളിച്ച് ഇങ്ങനെ സായിപ്പെന്ന് വിളിച്ച് അങ്ങനെ ആയിരുന്നു. അപ്പം ഇത് വരുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നായിരുന്നു BGMA കയറ്റി. അപ്പം ഓട്ടോ ഒക്കെ പോകുമ്പം ഇങ്ങനെ ബാറിന്റെ വാതിക്കെ വന്ന് കിടക്കും, ഇല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡിലേക്ക് കിടക്കും. എല്ലാ സമയത്ത് ചുമ്മാ ഇങ്ങനെ കളിക്കും, BGMA ഒക്കെ ചുമ്മാ ഇങ്ങനെ കളിക്കും കേട്ടാ. ഓട്ടം പോകുമ്പോൾ ഇതുപോലെ അന്ന് ട്രിഗറൊക്കെ ഉണ്ട്. ട്രിഗറൊക്കെ ആയിട്ട് വണ്ടിയിൽ ട്രിഗറൊക്കെ ഇട്ട് ഓട്ടം പോകുമ്പോൾ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. വെയിറ്റിംഗ് എത്രയുള്ളവരെടുക്കും, ഇഷ്ടമുള്ള സമയം എടുക്കും. നമ്മൾ പൈസ ഒന്നും മേടിച്ചിട്ട് മേടിക്കത്തൊന്നുമില്ല. വെയിറ്റിംഗ് ഗെയിം കളിക്കാൻ വീട്ടിൽ നിന്ന് അഡിക്റ്റായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. എന്നിട്ട് ശരിക്കും അമ്മ സദ്യ നടന്നതാണ്. അമ്മയാണ് സദ്യ. വാഴ എന്നായിരുന്നു വീട്ടിലന്ന് മൊബൈൽ നെറ്റ്വർക്ക് ആടാ. അന്നത്തെ മൊബൈൽ നെറ്റ്വർക്ക് വീട്ടിലൊന്നും അധികം കിട്ടത്തില്ല. വെളിയിൽ വാഴ നമ്മുടെ ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്. ഈ പറമ്പിന്റെ അവിടെ വാഴയുടെ സൈഡുണ്ട്. വാഴ സൈഡിൽ കൊണ്ട് കസൈഡിട്ട് വാഴയെ കാല് ചവിട്ടിട്ട് കളിക്കും ഞാൻ. അപ്പൊ പറമ്പിലോട്ട് പോകുമ്പോൾ വീട്ടിൽ ചെന്ന് നൈസായിട്ട് മൊബൈലില്ലല്ലോ, നൈസായിട്ട് എന്നും ഡെയിലി ഇങ്ങനെ പറഞ്ഞ് അമ്മയെ കൊണ്ട് കുടുംബശ്രീന്ന് ലോൺ എടുപ്പിച്ച് എന്നായിരുന്നു കുടുംബശ്രീന്ന് 50,000 രൂപ മേടിച്ചിട്ടാണ് 49,000 അത്രയാണ്ട് 11 എടുത്ത്. പിന്നെ അവിടെ നിന്നാണ് കരിയർ ചേഞ്ചിങ് മൂവ്മെന്റ്. അല്ല, കരിയർ ചേഞ്ചിങ് എന്ന് അന്ന് എല്ലാരും ഇപ്പോഴാണല്ലോ. എന്നിട്ട് എന്നായിരുന്നു ഡിവൈസ് എടുത്തിട്ട് എന്നായിരുന്നു കോമ്പറ്റീറ്റീവ് നിർത്തി. അങ്ങനായി. മൊബൈൽ എടുത്തു കഴിഞ്ഞപ്പോ കോമ്പറ്റീറ്റീവ് നിർത്തി. അപ്പം കാസ്ട്രോ ഒക്കെ ക്ലാസിക്കലടാ കളിക്കുന്നത്. കാസ്ട്രോ നിങ്ങളൊക്കെ ആണല്ലോ സ്ട്രീം ഒക്കെ ചെയ്യുന്ന ക്ലാസിക്കലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവര് കളിക്കുന്നുണ്ട്, അപ്പം ഇവരൊക്കെ ഇത്രയും കളിയൊക്കെ ഇല്ല, ഇവരെക്കാളും കൂടുതൽ മനസ്സിലായോ. അങ്ങനെ നൈസായിട്ട് ഞാൻ കോൺകർ പുഷ് അവിടാണ്. അത് നീ ശരിക്കും കണ്ടന്റ് അല്ല യൂട്യൂബർ ആവുന്ന വിചാരിച്ചു? അല്ലല്ല, ചുമ്മാ ഞാൻ കളിച്ചു. ഗെയിം ഭ്രാന്തിന്റെ പേര് ചുമ്മാ ഇങ്ങനെ രാത്രി. എന്നിട്ട് ഹരിയണ്ണ എന്റെ കൂടെ കളിക്കും. ഹരിയണ്ണ നമ്മളങ്ങനെ ഞാൻ രീതിയില്ല. ഹരിയണ്ണ എന്റെ കൂടെ വന്ന് കളിക്കുമായിരുന്നേ. പുള്ളി എന്റെ കൂടെ വന്ന് കളിക്കും. അടങ്ങിയാണ്ട് റെക്കോർഡ് ചെയ്തു. അപ്പൊ ഞാൻ ഈ സമയത്ത് യൂട്യൂബിൽ കുറച്ച് കയറി. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞു വന്ന്. എന്നാലും ഞാൻ എല്ലാ സീസണും എന്നായിരുന്നു എനിക്കൊന്നും ഇപ്പൊ മൊത്തത്തിൽ ഒരു 5 സീസൺ ആശം അടിച്ചിട്ടുണ്ട്. ഈ 5 സീസണും ഞാൻ ഇരുന്ന് കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സീസണിന്റെ ഫസ്റ്റ് ഡേ ഞാൻ 24 hour കളിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എന്നായിരുന്നു ടൈറ്റാന്റെ ബൂട്ട് ക്യാമ്പിൽ ഇരുന്നിട്ട് ഞാൻ എനിക്കൊന്ന് 30 സംതിങ് ആണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ കളിച്ചു വന്നപ്പോഴാണ് ബാൻ ആയത്. 30 സംതിങ് ആണ്ട് കളിച്ചു. എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആകണം. ഒരു കൺസിസ്റ്റൻസ് വാച്ചിങ്. ഇപ്പം ടോപ്പ് 1 കയറിയാൽ മാത്രമല്ല, അല്ലാണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി ഒരു 500 500 ഇല്ല ഒരു 600 വാച്ചിങ് അങ്ങനെ കയറ്റി എടുക്കണം എന്നുള്ള മൈൻഡായിരുന്നു. എങ്ങനെയെങ്കിലും സക്സസ് ആണോ. അങ്ങനെ മൊത്തം ഡിപ്രഷനായി. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സാമിലോട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു PC എടുത്ത് തന്നാൽ മതി, ഞാൻ എങ്ങനെയും നൈസായിട്ട് നോക്കിക്കോളാം, സെറ്റ് ആകും. ഞാൻ